ഹലോ ഫ്രണ്ട്സ്, ഞാൻ സഫീർ ഇക്ബാൽ. എല്ലാ കൂട്ടുകാരെയും ഇംഗ്ലീഷ് പഠന ക്ലാസ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഈ ടെൻസ് പഠിക്കുന്നതിന് മുമ്പ് പാഠം 1-ലും 2-ലും 3-ലുമായി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം വളരെ നന്നായി നിങ്ങൾ മനസ്സിലാക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ടാസ്കുകൾ നല്ല രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പാഠം 3-ലെ ടാസ്കും അവയുടെ ഉത്തരങ്ങളും എന്താണെന്ന് പരിശോധിക്കാം. ഞാൻ മുമ്പ് പറയാറുള്ളത് പോലെ നിങ്ങളുടെ ഉത്തരങ്ങളുമായി ഇത് താരതമ്യം ചെയ്ത് നോക്കുക. 100% ശരിയാണെങ്കിൽ നിങ്ങൾ എന്താണ് തുടർന്നുള്ള പാഠങ്ങൾ കാണുക. തെറ്റിപ്പോയിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ കഴിഞ്ഞ പാഠങ്ങൾ ഒന്നുകൂടി കണ്ട് എവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയതെന്ന് മനസ്സിലാക്കി അത് ശരിയാക്കുവാൻ ശ്രമിക്കുക. പാഠം 3-ലെ ചോദ്യങ്ങൾ ഇതായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയുടെ ഇംഗ്ലീഷ് രൂപം എഴുതുക എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് 7 സെന്റൻസുകൾ 7 വാചകങ്ങൾ കാണാൻ സാധിക്കും. അതിൽ ആദ്യത്തേത് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, ഞാൻ ഇംഗ്ലീഷ് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു, അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, മനു നടന്നുകൊണ്ടിരിക്കുന്നു, അവർ ഓടിക്കൊണ്ടിരിക്കുന്നു, മീനാക്ഷിയും മഞ്ജുവും പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു, ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വാചകങ്ങളെല്ലാം പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയാണ്? ഇവിടെ ആദ്യത്തെ വാചകം നോക്കുകയാണെങ്കിൽ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ സംസാരിക്കുക എന്നുള്ള വെർബ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വന്നാൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് അറിയാം. അതുപോലെ രണ്ടാമത്തെ വാചകം നോക്കുകയാണെങ്കിൽ പാടുക എന്നുള്ള വെർബ് പാടിക്കൊണ്ടിരിക്കുന്നു എന്നും, മൂന്നാമത്തെ വാചകത്തിൽ ഉറങ്ങുക എന്നുള്ള വെർബ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നും, നാലാമത്തെ വാചകത്തിൽ നടക്കുക എന്നുള്ള വെർബ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നും, അഞ്ചാമത്തെ വാചകത്തിൽ ഓടുക എന്നുള്ള വെർബ് ഓടിക്കൊണ്ടിരിക്കുന്നു എന്നും, ആറാമത്തെ വാചകത്തിൽ വായിക്കുക എന്നുള്ള വെർബ് വായിച്ചു കൊണ്ടിരിക്കുന്നു എന്നും, അവസാന വാചകത്തിൽ കളിക്കുക എന്നുള്ള വെർബ് കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നും വന്നതിനാൽ ഈ വാചകങ്ങളെല്ലാം പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവിടെ സബ്ജക്റ്റ് നോക്കണം. പ്രവൃത്തി ചെയ്യുന്ന ആള് ഒരാളാണോ, ഒന്നാണോ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലാണോ, അല്ലെങ്കിൽ ഐ ആണോ എന്ന് നോക്കി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് ഈ വാചകങ്ങളെ ഇംഗ്ലീഷിലേക്ക് മാറ്റുവാൻ സാധിക്കും. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ നിയമം എന്താണ്? അവിടെ സബ്ജക്റ്റ് കർത്താവ് ഒരാളാണെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ ഈസ് എന്നും, ഒന്നിൽ കൂടുതലാണെങ്കിൽ അത് കഴിഞ്ഞ് ആറെന്നും, കർത്താവ് സബ്ജക്റ്റ് ഐ ആണെങ്കിൽ അത് കഴിഞ്ഞ് ആമെന്നും എഴുതണം. പിന്നെ എന്താണ്? പ്രവൃത്തി ക്രിയയുടെ കൂടെ നമ്മൾ ING ചേർക്കണം. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ നിയമം. അപ്പോൾ ഈ നിയമം അനുസരിച്ച് കൊണ്ട് നമുക്ക് ഈ വാചകങ്ങൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യത്തെ വാചകം അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം അവിടെ സംസാരിക്കുക എന്നുള്ള വെർബ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വന്നതിനാൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ പിന്നെ നമ്മൾ സബ്ജക്റ്റ് നോക്കണം. അവിടെ പ്രവൃത്തി ചെയ്യുന്ന ആൾ ഒരാളാണോ, ഒന്നിൽ കൂടുതലാണോ എന്ന് നോക്കിയാൽ അവിടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അവനാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ഹി എന്ന് പറയും. അത് ഒരാളായതുകൊണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഈസ് എഴുതുക. പിന്നെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ സ്പീക്ക് എന്ന് പറയും. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ING ചേർക്കണം. അപ്പോൾ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ഹി ഈസ് സ്പീക്കിംഗ് എന്നാകുന്നു. ഇവിടെ രണ്ടാമത്തെ വാചകം നോക്കുകയാണെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ഈ വാചകം പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം. കാരണം അവിടെ പാടുക എന്നുള്ള വെർബ് പാടിക്കൊണ്ടിരിക്കുന്നു എന്ന് വന്നതിനാൽ. ഈ വാചകത്തിൽ 3 ഘടകങ്ങളുണ്ട്. സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ, ഇംഗ്ലീഷിൽ നമ്മൾ ഐ എന്ന് പറയുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ നിയമം അനുസരിച്ച് ഐ കഴിഞ്ഞ് നമ്മൾ എന്ത് എഴുതണം? ആം എഴുതുക. പിന്നെ മനസ്സിലാക്കേണ്ടത് പാടുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ സിംഗ് എന്ന് പറയുന്നു. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ING ചേർക്കണം. പിന്നെ ഈ വാചകത്തിലുള്ളത് ഇംഗ്ലീഷ് പാട്ടാണ്. അങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഇംഗ്ലീഷ് സോങ് ആണ്. അപ്പോൾ നമുക്കറിയാം ഈ വാചകത്തിൽ 3 ഘടകങ്ങളാണുള്ളത്. സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും. അപ്പോൾ ഇംഗ്ലീഷിലെ സെന്റൻസ് സ്ട്രക്ചർ അനുസരിച്ച്, വാചകഘടന അനുസരിച്ച് നമ്മൾ ആദ്യം ഐ എന്ന സബ്ജക്റ്റ് എഴുതി, രണ്ടാമത് സിംഗിങ് എന്നുള്ള വെർബ് എഴുതി, അത് കഴിഞ്ഞ് വേണം ഒബ്ജക്റ്റ് നമ്മൾ എന്താണ് കർമ്മം എഴുതാൻ. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതി? ഐ ആം സിംഗിങ് ഇംഗ്ലീഷ് സോങ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ ഇംഗ്ലീഷ് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു എന്നാകുന്നു. ഇനി മൂന്നാമത്തെ വാചകം നോക്കുകയാണെങ്കിൽ അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉറങ്ങുക എന്നുള്ള വെർബ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് വന്നതിനാൽ ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് നമുക്കറിയാം. പിന്നെ അവിടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അവളാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ഷീ എന്ന് പറയുന്നു. അത് ഒരാളായതുകൊണ്ട് പ്രസന്റ് കണ്ടിന്യൂസിന്റെ നിയമം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഈസ് എഴുതുക. അത് കഴിഞ്ഞ് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ സ്ലീപ്പ് എന്ന് പറയുന്നു. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ING ചേർക്കണം.
അപ്പോൾ അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് ഷീ ഈസ് സ്ലീപ്പിംഗ് എന്നാകുന്നു. ഇനി നമുക്ക് നാലാമത്തെ വാചകം നോക്കാം. മനു നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നടക്കുക എന്നുള്ള വെർബ് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വന്നതിനാൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് നമുക്ക് മനസ്സിലായി. പിന്നെ സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ മനു എന്നുള്ള ഒരു വ്യക്തിയാണ്, അത് ഒരാളായതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് എഴുതണം? ഈസ് എഴുതുക. അപ്പോൾ സബ്ജക്റ്റ് ഇവിടെ മനു എഴുതി, അത് കഴിഞ്ഞ് നമ്മൾ ഈസ് എഴുതുന്നു. പിന്നെ നടക്കുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ വാക്ക് എന്ന് പറയുന്നു, അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ING ചേർക്കണം. അപ്പോൾ എങ്ങനെ പറയും? മനു ഈസ് വാക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാള അർത്ഥം എന്ന് പറയുന്നത് മനു നടന്നുകൊണ്ടിരിക്കുന്നു എന്നാകുന്നു. ഇനി അടുത്ത വാചകം നോക്കുകയാണെങ്കിൽ അവർ ഓടിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ഓടുക എന്നുള്ള വെർബ് ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിനാൽ ഈ വാചകം പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഇവിടെ സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ അവർ ആണ്, ഒന്നിൽ കൂടുതലാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ദേ എന്ന് പറയുന്നു. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസിന്റെ നിയമം അനുസരിച്ച് സബ്ജക്റ്റ് ഒന്നിൽ കൂടുതലാണെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് എഴുതണം? ആറ് എഴുതുക. ഓടുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയുന്നു? റൺ എന്ന് പറയുന്നു. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ING ചേർക്കണം. അപ്പോൾ അവർ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ദേ ആർ റണ്ണിങ് എന്നാകുന്നു. ഇനി അടുത്ത വാചകം നോക്കുകയാണെങ്കിൽ മീനാക്ഷിയും മഞ്ജുവും പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വായിക്കുക എന്നുള്ള വെർബ് വായിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വന്നതിനാൽ ഈ വാചകം പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് അറിയാം. പിന്നെ സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ മീനാക്ഷിയും മഞ്ജുവും. അപ്പോൾ അത് ഒന്നിൽ കൂടുതലായതുകൊണ്ട് പ്രസന്റ് കണ്ടിന്യൂസിന്റെ നിയമം അനുസരിച്ച് നമ്മൾ എന്ത് എഴുതണം? ആറ് എഴുതുക. എങ്ങനെ എഴുതും സബ്ജക്റ്റ്? മീനാക്ഷി ആൻഡ് മഞ്ജു ആർ. പിന്നെ നമ്മൾ നോക്കേണ്ടത് വായിക്കുക എന്ന് പറഞ്ഞാൽ റീഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ING ചേർക്കുമ്പോൾ റീഡിങ് എന്ന് വരുന്നു. അവിടെ ഒബ്ജക്റ്റ് ഉണ്ട്. എന്താണ് ഒബ്ജക്റ്റ്? പുസ്തകം. ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നു ബുക്ക് എന്ന്. അപ്പോൾ മീനാക്ഷിയും മഞ്ജുവും പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയേണ്ടത് മീനാക്ഷി ആൻഡ് മഞ്ജു ആർ റീഡിംഗ് ബുക്ക് എന്നാകുന്നു. ഇനി അവസാന വാചകം നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ കളിക്കുക എന്നുള്ള വെർബ് കളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വന്നതിനാൽ ഈ വാചകം എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് ആണ് നമുക്ക് മനസ്സിലായി. നമ്മൾ സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ ഞങ്ങളാണ്. ഇംഗ്ലീഷിൽ നമ്മൾ വി എന്ന് പറയുന്നു, അത് ഒന്നിൽ കൂടുതലാണ്. അക്കാരണം കൊണ്ട് തന്നെ പ്രസന്റ് കണ്ടിന്യൂസിന്റെ നിയമം അനുസരിച്ച് നമ്മൾ എന്ത് എഴുതണം? ആറ് എഴുതുക. പിന്നെ ഇവിടെ കളിക്കുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് വാക്കെന്ന് പറഞ്ഞാൽ പ്ലേ ആണ്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ING ചേർക്കണം. പിന്നെ ഈ വാചകത്തിലെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് ആണ്. അത് നമ്മൾ അവസാനം എഴുതണം. വി ആർ പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നാകുന്നു. ഇത്തരത്തിൽ ഏതു മലയാള വാചകങ്ങളെയും നമുക്ക് അനായാസം ഇംഗ്ലീഷിൽ എഴുതാനും സംസാരിക്കാനും സാധിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ടെൻസ് ഏതാണെന്ന് മനസ്സിലാക്കുക. അത്തരത്തിൽ ടെൻസ് ഏതാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞ രണ്ട് വഴിയുണ്ട്. ഒന്ന്, നമ്മൾ ആ ടെൻസ് ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മലയാള പ്രയോഗം അറിഞ്ഞിരിക്കണം. ഇവിടെ നമ്മൾ മലയാള പ്രയോഗം നോക്കി എന്താണ് ടെൻസ് മനസ്സിലാക്കി. പിന്നെ സബ്ജക്റ്റ് ഒരാളായപ്പോൾ അത് കഴിഞ്ഞ് ഈസ് എന്നും, ഒന്നിൽ കൂടുതലായപ്പോൾ അത് കഴിഞ്ഞ് ആറെന്നും, ആയപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ആമെന്നും എഴുതി. വെർബിന്റെ കൂടെ എല്ലാം ING ചേർത്തപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസിലെ സെന്റൻസുകളായി. അപ്പോൾ ഈ ടാസ്ക് എല്ലാ കൂട്ടുകാർക്കും 100% ശരിയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തെറ്റിപ്പോയിട്ടുള്ളവർ ഉണ്ടെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഒരിക്കൽ കൂടി കാണുകയും തെറ്റ് എന്താണെന്ന് സ്വയം മനസ്സിലാക്കുകയും ചെയ്യുക. അതിനുശേഷം തുടർന്നുള്ള പാഠങ്ങൾ കാണുവാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ താഴെ കൊടുത്തിരിക്കുന്നവയുടെ മലയാള രൂപം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇംഗ്ലീഷിലെ വാചകങ്ങൾ നോക്കുകയാണെങ്കിൽ രാജൻ ഈസ് കമ്മിങ്, ഐ ആം റീഡിംഗ് നോവൽ, ദേ ആർ സ്ലീപ്പിംഗ്. ഇവിടെ ആദ്യത്തെ വാചകത്തിൽ നമുക്കറിയാം സബ്ജക്റ്റ് രാജനാണ്, അത് കഴിഞ്ഞ് ഈസ് വന്നിരിക്കുന്നു. കം എന്നുള്ള വെർബിന്റെ കൂടെ ING വന്നു. അപ്പോൾ ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ കം എന്ന വെർബ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിൽ എങ്ങനെയാ പറയുന്നത്? വരിക എന്നുള്ളത് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് രാജൻ ഈസ് കമ്മിങ് എന്ന് പറഞ്ഞാൽ രാജൻ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ രണ്ടാമത്തെ വാചകം നോക്കുകയാണെങ്കിൽ ഐ ആം റീഡിംഗ് നോവൽ. ഇവിടെ സബ്ജക്റ്റ് I ആണ് നമുക്കറിയാം, അത് കഴിഞ്ഞ് അവിടെ ആം വന്നിട്ടുണ്ട്. റീഡാണ് ഇവിടുത്തെ വെർബ് എന്നറിയാം, അതിൻ്റെ കൂടെ ING വന്നിട്ടുണ്ട്. അക്കാരണം കൊണ്ട് തന്നെ ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ റീഡ് എന്ന് പറഞ്ഞാൽ വായിക്കുകയാണ്, അത് പ്രസന്റ് കണ്ടിന്യൂസിൽ വരുമ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഐ ആം റീഡിംഗ് നോവൽ എന്ന് പറഞ്ഞാൽ അത് മലയാളത്തിൽ എഴുതുന്നത് ഞാൻ നോവൽ വായിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്.
ഇവിടെ മനസ്സിലാക്കേണ്ടത് മലയാളത്തിലെ വാചകഘടന സബ്ജക്റ്റ് കഴിഞ്ഞ് നമ്മൾ ഒബ്ജക്റ്റ് എഴുതും, അത് കഴിഞ്ഞാണ് വെർബ് എഴുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ നോവൽ വായിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് എഴുതുന്നത്. ഇംഗ്ലീഷിൽ നേരെ തിരിച്ചാണ് നമുക്കറിയാം. എങ്ങനെയാണ്? ഐ ആം റീഡിങ് നോവൽ. അവിടെ സബ്ജക്റ്റ് എഴുതും, അത് കഴിഞ്ഞ് വെർബ് എഴുതും, അത് കഴിഞ്ഞാണ് നമ്മൾ ഒബ്ജക്റ്റ് എഴുതുന്നത്. അതുകൊണ്ടാണ് അവിടെ ഐ ആം റീഡിങ് നോവൽ എന്ന് എഴുതിയത്. ഇനി മൂന്നാമത്തെ വാചകം ദേ ആർ സ്ലീപ്പിംഗ്. നമുക്കറിയാം ദേ എന്ന സബ്ജക്റ്റ് കഴിഞ്ഞ് അവിടെ ആറ് വന്നു, സ്ലീപ്പ് എന്ന വെർബിന്റെ കൂടെ ing വന്നു. അതുകൊണ്ട് തന്നെ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഉറങ്ങുക എന്നുള്ളത് പ്രസന്റ് കണ്ടിന്യൂസിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് വരും. അപ്പോൾ ദേ ആർ സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അതിന് മലയാള അർത്ഥം എന്ന് പറഞ്ഞാൽ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാകും. അപ്പോൾ ഈ ടാസ്കും 100% നിങ്ങൾക്ക് ശരിയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തെറ്റിപ്പോയിട്ടുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ശരിയാക്കിയതിനു ശേഷം തുടർന്നുള്ള പാഠങ്ങൾ കാണുവാൻ ശ്രമിക്കുക. ഓരോ പാഠങ്ങൾ കഴിയുമ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള ടാസ്കുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. എന്തിനാണ് ഈ ടാസ്കുകൾ എന്ന് ചോദിച്ചാൽ ഈ പാഠങ്ങൾ നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ ടാസ്കുകൾ നിങ്ങൾ നല്ല രീതിയിൽ പൂർത്തിയാക്കുകയാണെങ്കിൽ 70 പാഠങ്ങൾ കഴിയുമ്പോൾ തീർച്ചയായും ഈ ലോകഭാഷ അനായാസം തെറ്റില്ലാതെ എഴുതുവാനും സംസാരിച്ചു തുടങ്ങുവാനും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. നമ്മൾ പ്രസന്റ് ടെൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 2 എണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസും. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്നും അത് ഏതു സാഹചര്യത്തിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു കാര്യം ഇപ്പോൾ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാനാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു കടയിൽ മോഷണം നടന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. അതിനർത്ഥം മോഷണം എന്നുള്ള പ്രവൃത്തി അവിടെ കഴിഞ്ഞു. കള്ളൻ എന്താണ്? സാധനങ്ങളൊക്കെ കൊണ്ടുപോയി. പക്ഷെ ഇപ്പോഴും ആ പ്രവൃത്തിയുടെ ആഫ്റ്റർ എഫക്റ്റ്, പ്രവൃത്തി എന്താണ്? മോഷണം എന്നുള്ള പ്രവൃത്തിയുടെ ആഫ്റ്റർ എഫക്റ്റ്, അതിന്റെ ഫലം അവിടെ തന്നെ ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് പോലീസുകാർ ഇപ്പോഴും ആ കടയിൽ വരുന്നുണ്ട്. കൂടാതെ അവിടുത്തെ സമീപവാസികളെല്ലാം എന്താണ്? ആ കടയിൽ വന്ന് സന്ദർശിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ സംഭവം നടന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഇത്തരത്തിൽ ആ പ്രവൃത്തിയുടെ ഫലം, ആഫ്റ്റർ എഫക്റ്റ് അവിടെ തന്നെ നിൽപ്പുണ്ട്. പ്രവൃത്തി കഴിഞ്ഞുവെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രവൃത്തി ഇപ്പോൾ നടന്നിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയാൻ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കുറച്ചു നാൾ കഴിഞ്ഞ് നിങ്ങൾ ഒരാളോട് പറയുന്നു ആ കടയിൽ മുമ്പ് ഒരു മോഷണം നടന്നിട്ടുണ്ടായിരുന്നു എന്നാണ്. അതെന്താണ്? കഴിഞ്ഞു പോയി. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആഫ്റ്റർ എഫക്റ്റും അവസാനിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾ അത് പാസ്റ്റ് ടെൻസിൽ പറഞ്ഞത്. അപ്പോൾ അടുത്ത ഒരു സമയത്ത് ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാനാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി മനസ്സിലാകാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. മോഹൻലാൽ ഈ അടുത്ത കാലത്ത് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മോഹൻലാൽ അഭിനയിക്കുക എന്നുള്ള ആ പ്രവൃത്തി അവിടെ പൂർത്തിയാക്കി വീട്ടിൽ പോയി. പിന്നെ ആ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഏത് പ്രവൃത്തിയാണ്? അഭിനയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അഭിനയിക്കുക എന്നുള്ള പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ്, ഫലം എന്ന് പറഞ്ഞാൽ പിന്നെ അത് തിയേറ്ററിൽ വരണം, കുറച്ചുനാൾ ഓടണം എന്നുള്ളതാണ്. അതിനർത്ഥം മോഹൻലാൽ പുതിയൊരു സിനിമയിൽ അഭിനയിച്ചു തുടങ്ങുന്നത് വരേക്കും എന്താണ്? ഈ പ്രവൃത്തി നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയുവാൻ സാധിക്കും. കാരണം മോഹൻലാല് അടുത്ത് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ പുതിയൊരു സിനിമയിൽ അഭിനയിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് പറയും? മോഹൻലാൽ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞു പോയത് കൊണ്ട്. കാരണം മോഹൻലാൽ പുതിയൊരു സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ നിങ്ങൾ ഒരാളോട് ഒരു സെന്റൻസ്, ഒരു വാചകം പറയണമെങ്കിൽ നിങ്ങൾ 1-2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു കാര്യം ഈ അടുത്ത് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ട്. 2, ആ പ്രവൃത്തിയുടെ അല്ലെങ്കിൽ ആ കാര്യത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ്, ഫലം എന്നുള്ളത് നിങ്ങൾ ഒരാളോട് പറയുന്ന സമയത്തും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുവാൻ സാധിക്കും. ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 ഉദാഹരണങ്ങൾ പറഞ്ഞു. ഒന്ന്, ഒരു കടയിൽ മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ളതും മറ്റൊന്ന് മോഹൻലാൽ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതും. ആദ്യത്തെ ഉദാഹരണത്തിൽ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ മോഷണം നടന്നിട്ടുണ്ട്. കാരണം ആ പ്രവൃത്തി കഴിഞ്ഞു, കള്ളൻ സാധനം കൊണ്ടുപോയി. ഞാൻ നിങ്ങളോട് ഈ പറയുന്ന സമയത്തും അവിടെ പോലീസുകാർ വരുന്നുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് നിങ്ങളോട് പറഞ്ഞത്. രണ്ടാമത്തെ കേസ്, മോഹൻലാൽ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നമുക്കറിയാം റീസെന്റ് ആയിട്ടൊരു പടത്തിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ മോഹൻലാൽ പുതിയൊരു പടത്തിൽ എന്താണ്? അഭിനയിച്ചു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഈ പടവുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഡക്ഷനും അതുമായി ബന്ധപ്പെട്ടുള്ള തിയേറ്റർ വിതരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അക്കാലം കൊണ്ട് തന്നെ നമുക്കത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയാം. കാരണം രണ്ടിന്റെയും ആഫ്റ്റർ എഫക്റ്റ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത്. ഈ രണ്ടു കാര്യങ്ങൾ എടുത്താലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അവിടെ സമയത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഒന്നാമത്തെ പ്രവൃത്തിയിൽ അവിടെ ഏത് സമയത്താണ് കള്ളൻ വന്നതെന്നും ഏത് സമയത്താണ് മോഷണം നടത്തിയതെന്നും നമുക്കറിയില്ല, കള്ളന് മാത്രമേ അറിയാവൂ. അപ്പൊ നമുക്ക് പ്രത്യേകിച്ചൊരു സമയം അവിടെ പറയാൻ സാധിക്കില്ല. ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ, മോഹൻലാൽ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ പല സമയങ്ങളിലായാണ് പല ഷെഡ്യൂളുകളിലായാണ് അഭിനയിക്കുന്നത്. കാരണം കൊണ്ട് തന്നെ അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു സമയം പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിൽ സമയം പറയാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിലും സമയത്തിന് പ്രാധാന്യമില്ലാത്ത സാഹചര്യങ്ങളിലും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ സമയത്തിന് പകരമായി നമ്മൾ കുറച്ച് വാക്കുകൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ കൃത്യമായി സമയം അറിയാതെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ അത് പറയാൻ വേണ്ടി ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ എന്നും, മെനി ടൈംസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും എന്നും, ഓൾറെഡി എന്ന് പറഞ്ഞാൽ ഇതിനകം, റീസെന്റ് എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത്, ജസ്റ്റ് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. ഇവിടെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഞാൻ ഒരിക്കൽ അവിടെ പോയിട്ടുണ്ട്, അവർ പലപ്പോഴും ആ കാര്യം ചെയ്തിട്ടുണ്ട്, അവൾ ഇതിനകം എല്ലാ ജോലികളും പൂർത്തിയാക്കിയിട്ടുണ്ട്, മഞ്ജു വാര്യർ അടുത്ത കാലത്ത് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പീറ്റർ ഇപ്പോൾ ദുബായിൽ എത്തിയിട്ടുണ്ട്. ഈ എല്ലാ വാചകങ്ങളിലെയും വെർബിന്റെ മലയാള രൂപം നോക്കിയാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാം ഒരേപോലെയാണ്. എങ്ങനെയാണ്? പോയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, പൂർത്തിയാക്കിയിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. അപ്പോൾ പോവുക എന്നുള്ള വെർബ് പോയിട്ടുണ്ടെന്നും, ചെയ്യുക എന്നുള്ള വെർബ് ചെയ്തിട്ടുണ്ടെന്നും, പൂർത്തിയാക്കുക എന്നുള്ള വെർബ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും, അഭിനയിക്കുക എന്നുള്ള വെർബ് അഭിനയിച്ചിട്ടുണ്ട് എന്നും, എത്തുക എന്നുള്ള വെർബ് എത്തിയിട്ടുണ്ടെന്നും എവിടെ കണ്ടാലും കേട്ടാലും നിങ്ങൾ മനസ്സിലാക്കണം, അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ മലയാള രൂപം, മലയാള പ്രയോഗമാണെന്ന്. അത് നമുക്ക് വഴിയെ പഠിക്കാം. ഇവിടെ നമ്മൾ നോക്കുന്നത് ഓരോ വാചകത്തിലും സമയം കൃത്യമായി അറിയാത്തത് കൊണ്ട് ആ പ്രവൃത്തിയെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഒന്നാമത്തെ വാചകത്തിൽ ഞാൻ ഒരിക്കൽ അവിടെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ കൃത്യമായി സമയം നമുക്കറിയില്ല, അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കൽ എന്ന് ഉപയോഗിച്ചത്. രണ്ടാമത്തെ വാചകത്തിൽ അവർ പലപ്പോഴും ആ കാര്യം ചെയ്തിട്ടുണ്ട്, അവിടെ പലപ്പോഴും മെനി ടൈംസ് എന്ന് നമ്മൾ ഉപയോഗിച്ചത് കൃത്യമായ സമയം നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. മൂന്നാമത്തെ വാചകത്തിൽ അവൾ ഇതിനകം എല്ലാ ജോലികളും പൂർത്തിയാക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഒരു സമയം നമുക്ക് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് അവിടെ ആൾറെഡി, ഇതിനകം എന്ന് നമ്മൾ ഉപയോഗിച്ചത്. മഞ്ജു വാര്യർ അടുത്ത കാലത്ത് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ അടുത്ത കാലത്ത് ഉപയോഗിക്കാനുള്ള കാരണം. പ്രത്യേകിച്ച് നമുക്ക് എന്താണ് അവിടെ ഒരു സമയം പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഇനി അവസാനത്തെ വാചകം നോക്കുകയാണെങ്കിൽ, പീറ്റർ ഇപ്പോൾ ദുബായിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ ഇപ്പോൾ, ജസ്റ്റ് നൗ എന്ന് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് കൃത്യമായ സമയം അവിടെ അറിയില്ല എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു വാചകം അല്ലെങ്കിൽ ഒരു സെന്റൻസ് കേട്ട് കഴിഞ്ഞാലും കണ്ടു കഴിഞ്ഞാലും അത് ഏതു ടെൻസ് ആണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് രണ്ട് വഴികളുണ്ട്. ഒന്ന്, അത് ഏതു സാഹചര്യത്തിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അല്ല എങ്കിൽ അതിൻ്റെ മലയാള പ്രയോഗം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും വളരെ അനായാസം നമുക്ക് മനസ്സിലാക്കാൻ അതിൻ്റെ മലയാള പ്രയോഗം അറിഞ്ഞിരുന്നാൽ മതിയാകും. അത്തരത്തിൽ മലയാള പ്രയോഗം മനസ്സിലാക്കിയാൽ പിന്നെ വളരെ എളുപ്പത്തിൽ അതിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് കൊണ്ട് വാചകങ്ങൾ എഴുതുവാനും സംസാരിക്കുവാനും നമുക്ക് സാധിക്കും. ഇനി നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ മലയാള പ്രയോഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ക്രിയയുടെ അടിസ്ഥാന രൂപം നമുക്കറിയാം. വരിക, പഠിക്കുക, കാണുക, പ്രേമിക്കുക, സംസാരിക്കുക, വായിക്കുക എന്നാണെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റിൽ വരുമ്പോൾ നമ്മൾ പറയുന്നു വരിക എന്നുള്ളത് വന്നിട്ടുണ്ട് എന്നും, പഠിക്കുക എന്നുള്ളത് പഠിച്ചിട്ടുണ്ട് എന്നും, കാണുക എന്നുള്ളത് കണ്ടിട്ടുണ്ട് എന്നും, പ്രേമിക്കുക എന്നുള്ളത് പ്രേമിച്ചിട്ടുണ്ട് എന്നും, സംസാരിക്കുക എന്നുള്ളത് സംസാരിച്ചിട്ടുണ്ട് എന്നും, വായിക്കുക എന്നുള്ളത് വായിച്ചിട്ടുണ്ട് എന്നുമാണ് വരുന്നത്. അതിനർത്ഥം ഒരു വാചകത്തിൽ അവൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ട്, മനു രാധയെ പ്രേമിച്ചിട്ടുണ്ട്, ഞാൻ ആ കാര്യം സംസാരിച്ചിട്ടുണ്ട്, അവർ ഈ നോവൽ വായിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ എവിടെയെങ്കിലും കണ്ടാലും കേട്ടാലും നിങ്ങൾ മനസ്സിലാക്കണം അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന്. ഇനി നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ നിയമം എന്താണെന്ന് പരിശോധിക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് കർത്താവ് ഒരാളാണെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ ഹാസ് ചേർക്കുക, ക്രിയയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക എന്നുള്ളതാണ്. ഇനി സബ്ജക്റ്റ് കർത്താവ് ഒന്നിൽ കൂടുതലോ ഐ ആണെങ്കിലോ അതിനുശേഷം നമ്മൾ ഹാവ് എഴുതുക,
ക്രിയയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ സബ്ജക്റ്റ് ഒരാളാണെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞ് ഹാസും, ഒന്നിൽ കൂടുതലോ ഐ ആണെങ്കിലോ ഹാവും എഴുതുക. ക്രിയയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കേണ്ടത്. ഇവിടെ പല കൂട്ടുകാരുടെയും മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം അവർക്ക് വെർബിന്റെ, അതായത് പ്രവൃത്തിയുടെ അതല്ലെങ്കിൽ ക്രിയയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണെന്ന് പറഞ്ഞത് മനസ്സിലായിട്ടില്ല. വെർബിന് അല്ലെങ്കിൽ ക്രിയയ്ക്ക് 3 രൂപങ്ങളാണ്. അവയെ നമുക്ക് ബേസ് ഫോം എന്നും പാസ്റ്റ് ഫോം എന്നും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്നും പറയാം. അതല്ലെങ്കിൽ V1 എന്നും V2 എന്നും V3 എന്നും പറയാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വെർബുകളുടെ മാറ്റമാണ് ഓരോ ടെൻസ് എന്നും പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സ്നേഹിക്കുക എന്നുള്ള വെർബ് നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പ്രസന്റ് ടെൻസ് ആണ്. സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസ് ആയി. സ്നേഹിക്കും എന്ന് പറഞ്ഞാൽ അത് ഫ്യൂച്ചർ ടെൻസ് ആയി. ഇവിടെ നോക്കിയാൽ വെർബിന്റെ ബേസ് ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഓടുക, ചാടുക, പഠിക്കുക, വായിക്കുക, എഴുതുക, കുടിക്കുക, തിന്നുക, ഉറങ്ങുക, സംസാരിക്കുക, ഇത്തരത്തിലാണ് നമ്മൾ വെർബിന്റെ ബേസ് ഫോം പറയുന്നത്. ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് രൂപവും നമുക്കറിയാം. പാടുക എന്നാൽ സിംഗ് എന്നും, അയക്കുക എന്നാൽ സെൻഡ് എന്നും, എടുക്കുക എന്നാൽ ടേക്ക് എന്നും, മുറിക്കുക എന്നാൽ കട്ട് എന്നും, സംസാരിക്കുക എന്നാൽ സ്പീക്ക് എന്നും, നയിക്കുക എന്നാൽ ലീഡ് എന്നും, ഇത്തരത്തിലാണ് നമ്മൾ എന്താണ് ബേസ് ഫോം പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്റ്റഡി നോട്ടിൽ അത് വളരെയധികം പ്രാധാന്യത്തോടെ കുറിച്ചിടുക. കാരണം ഈ 12 ടെൻസുകളും നമ്മൾ പഠിക്കാൻ വളരെ എളുപ്പമാണ്. അതിൽ വെർബുകളുടെ രൂപം ഏതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കറിയാം 12 ടെൻസിൽ 6 ടെൻസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഏതൊക്കെയാണ്? പ്രസന്റ് കണ്ടിന്യൂസ് എന്നും, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നും, പാസ്റ്റ് കണ്ടിന്യൂസ് എന്നും, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നും, ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്നും, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, കണ്ടിന്യൂസ് ടെൻസ് എന്ന് എവിടെ കേട്ടാലും കണ്ടാലും മനസ്സിലാക്കണം, അവിടെ നമ്മൾ വെർബിന്റെ കൂടെ ing ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ 12ൽ 6 ടെൻസ് പോയി, അത് കണ്ടിന്യൂസ് ആണ് നമുക്ക് മനസ്സിലായി. ഇനി ബാക്കിയുള്ള 6 ടെൻസിൽ 3 ടെൻസ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഏതൊക്കെയാണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. പെർഫെക്റ്റ് ടെൻസ് എവിടെ കേട്ടാലും കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ നമ്മൾ വെർബിന്റെ V3 ഫോം ആണ്, മൂന്നാമത്തെ രൂപമാണ് ഉപയോഗിക്കേണ്ടത്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പോൾ 12 ടെൻസിൽ 9 ടെൻസിലും വെർബിന്റെ രൂപങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാനുള്ളത് സിമ്പിൾ പ്രസന്റിലും സിമ്പിൾ പാസ്റ്റിലും സിമ്പിൾ ഫ്യൂച്ചറിലും വെർബുകൾ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിൾ പ്രസന്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വെർബിന്റെ ബേസ് ഫോം ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അവിടെ സബ്ജക്റ്റ് ഒരാളാണെങ്കിൽ മാത്രമാണ് നമ്മൾ വെർബിന്റെ കൂടെ എന്താണ് യെസ് ചേർക്കേണ്ടത്. ഇനി സിമ്പിൾ പാസ്റ്റിൽ വരികയാണെങ്കിൽ വെർബിന്റെ V2 ഫോം ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ 12 ടെൻസിലും വെർബിന്റെ V2 ഫോം ഉപയോഗിക്കുന്ന ഒരേ ഒരു ടെൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ആണ്. ഇനി സിമ്പിൾ ഫ്യൂച്ചറിൽ വരികയാണെങ്കിൽ അവിടെ നമ്മൾ വെർബിന്റെ ബേസ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ 12 ടെൻസിലും വെർബ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും നിങ്ങൾ പറയണം അവിടെ കണ്ടിന്യൂസ് ടെൻസിൽ വെർബിന്റെ കൂടെ ing ആണ് വരുന്നത്, പെർഫെക്റ്റ് ടെൻസിൽ വെർബിന്റെ V3 ആണ് വരുന്നത്, സിമ്പിൾ പാസ്റ്റിൽ വെർബിന്റെ V2 ആണ് വരുന്നത്, സിമ്പിൾ പ്രസന്റിലും സിമ്പിൾ ഫ്യൂച്ചറിലും വെർബിന്റെ ബേസ് ഫോം ആണ് വരുന്നത്. സിമ്പിൾ പ്രസന്റിൽ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, സബ്ജക്റ്റ് ഒരാളാണെങ്കിൽ മാത്രം വെർബിന്റെ കൂടെ നമ്മൾ യെസ് ചേർത്താൽ മതിയാകും. ഇത്തരത്തിൽ വെർബിന്റെ 12 ടെൻസുകളിലെയും രൂപങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾ ടെൻസ് മുഴുവൻ പഠിച്ചു എന്നാണ് അർത്ഥം. ഇനിയും ഇത് മനസ്സിലാകാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു ഉദാഹരണത്തിന്റെ ചുവട് വെച്ചുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ നമ്മൾ സംസാരിക്കുക എന്നുള്ള വെർബ് ഇംഗ്ലീഷിൽ നമ്മൾ സ്പീക്ക് എന്ന് പറയുന്നു. അവിടെ അവൻ സംസാരിക്കുന്നു എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമുക്കറിയാം അവിടെ സംസാരിക്കുക എന്നുള്ളത് സംസാരിക്കുന്നു എന്ന് വന്നാൽ സിമ്പിൾ പ്രസന്റ് ആണ്. അവിടെ നമ്മൾ വെർബിന്റെ ബേസ് ഫോം ആണ് ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റിൽ. അവിടെ സബ്ജക്റ്റ് ഒരാളാണെങ്കിൽ മാത്രമാണ് വെർബിന്റെ കൂടെ യെസ് ചേർക്കുന്നത്. അപ്പോൾ അവൻ സംസാരിക്കുന്നു എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ഹി സ്പീക്സ് എന്നാണെന്ന് നമുക്കറിയാം. അപ്പോൾ വെർബിന്റെ ബേസ് ഫോം ഉപയോഗിക്കുന്ന 2 ടെൻസുകളാണ് സിമ്പിൾ പ്രസന്റും സിമ്പിൾ ഫ്യൂച്ചറും. അവിടെ സിമ്പിൾ പ്രസന്റിൽ മാത്രമാണ് സബ്ജക്റ്റ് ഭർത്താവ് ഒരാളാണെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ യെസ് ചേർക്കുന്നത്, അല്ലെങ്കിൽ വെർബിന്റെ ബേസ് ഫോം ആണ് എഴുതുന്നത്. അപ്പോൾ അവൻ സംസാരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത് ഹി സ്പീക്സ് എന്നാണ്. ഇനി അവൻ സംസാരിച്ചു എന്ന് നമ്മൾ പറയണമെങ്കിൽ വെർബിന്റെ V2 ഫോം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ നോക്കുകയാണെങ്കിൽ സ്പീക്കിന്റെ V2 എന്ന് പറഞ്ഞാൽ സ്പോക്ക് ആകുന്നു.
അപ്പോൾ എത്ര ഇംഗ്ലീഷ് നമുക്ക് അറിയാമെങ്കിലും വെർബിന്റെ 3 രൂപങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പല ടെൻസും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിമ്പിൾ പാസ്റ്റിലാണ് നമ്മൾ വെർബിന്റെ V2 ഉപയോഗിക്കുന്നത്. സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ പറയുന്ന മലയാള പ്രയോഗം വന്നു, കണ്ടു, പോയി, പാടി, അയച്ചു, എടുത്തു, മുറിച്ചു, സംസാരിച്ചു, നയിച്ചു, കഴിച്ചു, വായിച്ചു, ഇത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മലയാള പ്രയോഗങ്ങളെല്ലാം തന്നെ സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ ഇതൊക്കെ പറയണമെങ്കിൽ നമ്മൾ വെർബിന്റെ V2 അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലായി കാണും. നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ടെൻസാണ് സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് നമ്മൾ തെറ്റില്ലാതെ എഴുതുകയും സംസാരിക്കുകയും വേണമെങ്കിൽ അവിടെ വെർബിന്റെ V2 ഫോം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരാളോട് ഞാൻ അത് സംസാരിച്ചു എന്നൊരു വാചകം അത് ഇംഗ്ലീഷിൽ പറയണമെങ്കിലും എഴുതണമെങ്കിലും നിങ്ങൾ വെർബിന്റെ V2 അറിഞ്ഞിരിക്കണം. അത് സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. ഇവിടെ ഞാൻ അവരോട് സംസാരിച്ചു എന്ന് പറയുന്ന വാചകത്തിൽ സംസാരിക്കുക എന്നുള്ള വെർബിന്റെ V2 സംസാരിച്ചു എന്ന് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ സ്പീക്ക് എന്നുള്ളതിന്റെ V2 സ്പോക്ക് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ സ്പോക്ക് എന്ന് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ വാചകം എഴുതുവാനോ സംസാരിക്കുവാനോ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഇനി അതേപോലെയാണ് നമ്മൾ വെർബിന്റെ V3 ഫോം അറിഞ്ഞെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ പ്രസന്റ് പെർഫെക്റ്റിൽ പറയുകയാണെങ്കിൽ ഞാൻ ആ കാര്യം അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ അവിടെ സംസാരിക്കുക എന്നുള്ള വെർബിന്റെ V3 ഫോം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ്? സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ടെൻസ് ഉപയോഗിച്ചുകൊണ്ട് എഴുതുവാനും സംസാരിക്കുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ വെർബുകളുടെ 3 രൂപങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം വെർബിന്റെ V2 ഫോം അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുവാൻ സാധിക്കില്ല. വെർബിന്റെ V3 ഫോം അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് 3 പെർഫെക്റ്റ് ടെൻസുകളും ഉപയോഗിക്കുവാൻ സാധ്യമല്ല. അപ്പൊ അക്കാരണം കൊണ്ട് തന്നെ വെർബിന്റെ 3 രൂപങ്ങൾ പഠിച്ചിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് 1000-ലധികം വെർബുകൾ എന്ന് നമുക്കുണ്ട്. വെർബുകൾ എന്ന് പറയാൻ നമുക്കറിയാം പ്രവൃത്തികളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു 30 വെർബും അതിന്റെ 3 രൂപങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പ്രധാനപ്പെട്ട 30 വെർബ് എന്ന് പറഞ്ഞാൽ ഓടുക, ചാടുക, നടക്കുക, പഠിക്കുക, വായിക്കുക, എഴുതുക, കളിക്കുക, കുടിക്കുക, ഉറങ്ങുക, സംസാരിക്കുക, പഠിക്കുക, മുറിക്കുക, നയിക്കുക. ഇത്തരത്തിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന, നമുക്ക് അറിയാവുന്ന, നമ്മൾ സംസാരത്തിൽ കൂടുതലായി ഉപയോഗിക്കുന്ന വെർബുകൾ, അതൊരു 30 വെർബുകളും അവയുടെ 2 രൂപങ്ങളും, അതായത് V2 ഫോമും V3 ഫോമും പഠിച്ചു വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് വെർബുകളെ പൂർണ്ണമായി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഷീറ്റ്, അതായത് 800-ൽ പരം വെർബുകളും അവയുടെ മലയാള അർത്ഥവും ഇതുപോലെ 3 രൂപങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. നിങ്ങൾ ചെയ്യേണ്ടത് ആ ഷീറ്റിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യമുള്ള വെർബുകൾ സെലക്ട് ചെയ്യുക. അതിൽ നിന്നും പ്രധാനപ്പെട്ട 30 വെർബുകളും അവയുടെ 3 രൂപങ്ങളും പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് പാഠം 4 പഠിച്ചു തുടങ്ങാം. പാഠം 4 നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ പെർഫെക്റ്റ് ടെൻസ് എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം അവിടെ വെർബിന്റെ V3 ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന വെർബ് എന്ന് വെച്ചാൽ സംസാരിക്കുക എന്നുള്ള വെർബാണ്. ഇംഗ്ലീഷിൽ നമ്മൾ സ്പീക്ക് എന്ന് പറയും. അതിന്റെ V3 എന്ന് പറഞ്ഞാൽ സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ എന്നാകുന്നു. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇത് ഏത് ടെൻസ് ആണെന്നാണ്. അപ്പോൾ ആ വാചകങ്ങൾ നോക്കുകയാണെങ്കിൽ അവൻ സംസാരിച്ചിട്ടുണ്ട്, അവൾ സംസാരിച്ചിട്ടുണ്ട്, മനു സംസാരിച്ചിട്ടുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, അവർ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ വാചകങ്ങളിലും സംസാരിക്കുക എന്നുള്ള വെർബ് സംസാരിച്ചിട്ടുണ്ട് എന്ന് വന്നതിനാൽ ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു വാചകം കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പം നമുക്ക് സാധിക്കും. അതിൽ ഒന്നാമത്തെ വഴി എന്ന് വെച്ചാൽ ആ ടെൻസ് ഉപയോഗിക്കുന്ന സാഹചര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമുക്ക് അറിയില്ല എങ്കിൽ പിന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ മലയാള പ്രയോഗം നോക്കിയിട്ടാണ്. അപ്പോൾ വെർബുകളുടെ മലയാള രൂപം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അനായാസം മനസ്സിലാക്കാം അത് ഏത് ടെൻസ് ആണെന്ന്. ഇവിടെ സംസാരിക്കുക എന്നുള്ള വെർബ് സംസാരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ സംസാരിക്കുക എന്നുള്ള വെർബ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് നമുക്ക് മനസ്സിലാക്കാം. ഇനി സംസാരിക്കുക എന്നുള്ള വെർബ് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് പ്രസന്റ് പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാകണം. അത്തരത്തിൽ മനസ്സിലാക്കിയാൽ പിന്നെ അതിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് വാചകങ്ങൾ എഴുതാൻ സാധിക്കും. ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ നിയമം നോക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് ഒരാളാണെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ ഹാസ് എഴുതുക. സബ്ജക്റ്റ് ഒന്നിൽ കൂടുതലോ ഐ ആണെങ്കിലോ അത് കഴിഞ്ഞ് നമ്മൾ ഹാവ് എഴുതുക. വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം എഴുതുക എന്നുള്ളതാണ്. ഇവിടെ ആദ്യത്തെ വാചകം നോക്കുകയാണെങ്കിൽ അവൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ സംസാരിക്കുക എന്നുള്ള വെർബ് സംസാരിച്ചിട്ടുണ്ട് എന്ന് വന്നതിനാൽ അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് നമുക്ക് മനസ്സിലായി.
പിന്നെ നമ്മൾ ആ നിയമം അനുസരിച്ച് പറയുകയാണെങ്കിൽ അവൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ ഹി എന്ന് പറയുന്നു. അത് ഒരാളായതുകൊണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഹാസ് എഴുതി. സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ സ്പീക്ക് ആണ്. അതിൻ്റെ V3 എന്ന് പറഞ്ഞാൽ സ്പോക്കൺ ആകുന്നു. അപ്പോൾ ഈ ഹാസ് സ്പോക്കൺ എന്ന് പറഞ്ഞാൽ അവൻ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് മലയാളത്തിൽ അർത്ഥം. ഇനി രണ്ടാമത്തെ വാചകം അവൾ സംസാരിച്ചിട്ടുണ്ട്. ഈ വാചകവും പ്രസന്റ് പെർഫെക്റ്റ് ആണ്, നമുക്കറിയാം. അവൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ ഷീ എന്ന് എഴുതുന്നു. അത് കഴിഞ്ഞ് ഹാസ് എഴുതുന്നു, വെർബിന്റെ V3 എഴുതുന്നു. സ്പീക്കിന്റെ V3 എന്ന് പറഞ്ഞാൽ സ്പോക്കൺ ആകുന്നു. മൂന്നാമത്തെ വാചകം മനു ആണ്, സബ്ജക്റ്റ് ഒരാളാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഹാസ് എഴുതുന്നു. സംസാരിക്കുക എന്നുള്ള വെർബിന്റെ V3 എന്ന് പറഞ്ഞാൽ സ്പീക്ക്, സ്പോക്കൺ ആയി മാറുന്നു. അപ്പോൾ മനു സംസാരിച്ചിട്ടുണ്ടെന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് മനു ഹാസ് സ്പോക്കൺ എന്നാകുന്നു. ഇനി സബ്ജക്റ്റ് അയ്യോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ഉള്ള ഉദാഹരണങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ വാചകം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നമുക്കറിയാം പ്രസന്റ് പെർഫെക്റ്റ് ആണ്. സംസാരിക്കുക എന്നുള്ള വെർബ് സംസാരിച്ചിട്ടുണ്ട് എന്ന് വന്നതിനാൽ അവിടെ സബ്ജക്റ്റ് ഐ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നിയമം അനുസരിച്ച് ഹാവ് എഴുതുന്നു. സംസാരിക്കുക എന്നുള്ള വെർബിന്റെ V3 സ്പീക്ക്, സ്പോക്കൺ ആയി മാറുന്നു. അപ്പോൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ഐ ഹാവ് സ്പോക്കൺ എന്നാകുന്നു. അടുത്ത വാചകം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇതും പ്രസന്റ് പെർഫെക്റ്റ് ആണ്, നമുക്കറിയാം. നമ്മൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ വി എന്ന് പറയുന്നു. ഒന്നിൽ കൂടുതലായതുകൊണ്ട് ഹാവ് എഴുതുന്നു. സംസാരിക്കുക എന്നുള്ള വെർബിന്റെ V3 നമുക്കറിയാം സ്പോക്കൺ ആകുന്നു. അതുകൊണ്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് വി ഹാവ് സ്പോക്കൺ എന്നാകും. ഇനി അവസാനത്തെ വാചകം നോക്കുകയാണെങ്കിൽ അവർ സംസാരിച്ചിട്ടുണ്ട്. അവർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ ദേ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് നിയമം അനുസരിച്ച് ഹാവ് എഴുതുന്നു. ഇവിടെയും സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ V3 എന്ന് പറഞ്ഞാൽ സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ എന്നാകുന്നു. അപ്പോൾ അവർ സംസാരിച്ചിട്ടുണ്ട് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ദേ ഹാവ് സ്പോക്കൺ എന്നാകുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യം നമ്മൾ ടെൻസ് മനസ്സിലാക്കൂ. എങ്ങനെയാണ്? സംസാരിക്കുക എന്നുള്ള വെർബ് സംസാരിച്ചിട്ടുണ്ട് എന്ന് വന്നതിനാൽ അത് പ്രസന്റ് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാക്കി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സബ്ജക്റ്റ് ഒന്നാണോ ഒന്നിൽ കൂടുതലാണോ ഐ ആണോ എന്നാണ്. സബ്ജക്റ്റ് ഒന്നാണെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ ഹാസ് എഴുതുക. ഒന്നിൽ കൂടുതലോ ഐ ആണെങ്കിലോ ഹാവ് എഴുതുക. വെർബിന്റെ V3 എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായി? നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് കിട്ടി. ഇനി നമുക്ക് വേറെ ഒരു വെർബ് വെച്ചുകൊണ്ട് പെർഫെക്റ്റ് ടെൻസിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ കൂടി മനസ്സിലാക്കാം. ഇവിടെ സിംഗ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പാടുക എന്ന് പറയുന്നു. അതിന്റെ V3 ഫോം എന്ന് പറഞ്ഞാൽ സങ് ആകുന്നു. സിംഗ്, സാങ്, സങ്. അപ്പോൾ V3 മനസ്സിലാക്കി ഇനി നമുക്ക് പെർഫെക്റ്റ് ടെൻസ് എഴുതാൻ വളരെ എളുപ്പമാണ്. ഇവിടെ വാചകങ്ങൾ സബ്ജക്റ്റ് ഒരാളായി വരുന്ന ഉദാഹരണങ്ങളാണ്. അവൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. മനു ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഈ രണ്ട് വാചകങ്ങൾ നോക്കുകയാണെങ്കിൽ പാടുക എന്നുള്ള വെർബ് പാടിയിട്ടുണ്ട് എന്ന് വന്നതിനാൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മൾ സബ്ജക്റ്റ് നോക്കുക. അത് കഴിഞ്ഞ് സബ്ജക്റ്റ് ഒരാളാണെങ്കിൽ ഹാസ് എഴുതണം. ഒന്നിൽ കൂടുതലോ ഐ ആണെങ്കിലോ ഹാവ് എഴുതണം. വെർബിന്റെ V3 ഫോം ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഇവിടെ ആദ്യത്തെ വാചകം നോക്കുകയാണെങ്കിൽ അവൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പാടിയിട്ടുണ്ട് എന്ന് വന്നതിനാൽ പ്രസന്റ് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇവിടെ സബ്ജക്റ്റ് അവൻ നമ്മൾ എഴുതി. അത് കഴിഞ്ഞ് എന്ത് എഴുതണം? ഹാസ് എഴുതണം, ഒരാളായതുകൊണ്ട്. അത് കഴിഞ്ഞ് പാടുക എന്നുള്ള വെർബ് സിംഗ് ആണ്. അതിന്റെ V3 എന്ന് പറഞ്ഞാൽ സങ് ആകുന്നു. ഈ ഹാസ് സങ്. എന്താണ്? ഒരു പാട്ടിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് എ സോങ്. അപ്പോൾ അവൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ഈ ഹാസ് സങ് എ സോങ് എന്നുള്ളതാകുന്നു. ഇനി അടുത്ത വാചകം നോക്കുകയാണെങ്കിൽ മനു ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഇതും പെർഫെക്റ്റ് ടെൻസ് ആണ്, നമുക്കറിയാം. ഇവിടെ സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ മനു ഒരാളാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഹാസ് എഴുതുന്നു. പിന്നെ നമ്മൾ എഴുതേണ്ടത് V3, സിംഗിന്റെ V3 എന്താണ്? സങ് ആകുന്നു. അത് കഴിഞ്ഞ് എ സോങ് എന്നുള്ള ഒബ്ജക്റ്റ് കൂടി നമ്മൾ എഴുതിയാൽ മനു ഒരു പാട്ട് പാടിയിട്ടുണ്ട് എന്ന് നമ്മൾ ഇംഗ്ലീഷ് എഴുതാൻ പഠിച്ചു. ഇനി നമുക്ക് സബ്ജക്റ്റ് ഒന്നിൽ കൂടുതൽ വരുമ്പോൾ സിംഗ് എന്നുള്ള വെർബ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് വാചകങ്ങൾ എഴുതാമെന്ന് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ അവർ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. മനുവും ഗീതയും ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഈ വാചകങ്ങളെല്ലാം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്, നമുക്കറിയാം. എങ്ങനെ മനസ്സിലായി? അവിടെ പാടുക എന്നുള്ള വെർബ് പാടിയിട്ടുണ്ട് എന്ന് വന്നതിനാൽ. അപ്പോൾ ഒരു വാചകം പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വാചകത്തില് വെർബ് കണ്ടെത്തുക, അതിന്റെ V3 മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇവിടെ സിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ V3 നമുക്കറിയാം സങ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ ഐ ആണോ എന്നുള്ളതാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ വാചകത്തിൽ അവർ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അതിൽ സബ്ജക്റ്റ് അവരാണ്, ഇംഗ്ലീഷിൽ നമ്മൾ ദേ എന്നും. രണ്ടാമത്തെ വാചകത്തിൽ ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട്. അതിൽ സബ്ജക്റ്റ് ഞാനാണ്, ഇംഗ്ലീഷിൽ നമ്മൾ ഐ എന്നും. മൂന്നാമത്തെ വാചകത്തിൽ മനുവും ഗീതയും ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അതിൽ സബ്ജക്റ്റ് മനു ആൻഡ് ഗീത എന്നുള്ളതാണ്. ഈ മൂന്ന് വാചകങ്ങളിലെയും സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലും ഐയുമാണ്. അപ്പോൾ നിയമം അനുസരിച്ച് കൊണ്ട് നമ്മൾ എന്ത് എഴുതണം? ഹാവ് എഴുതണം. പിന്നെ പാടുക എന്നുള്ളത് പാടിയിട്ടുണ്ട് എന്ന് മൂന്ന് വാചകത്തിൽ വന്നതിനാൽ പെർഫെക്റ്റ് ടെൻസ് ആണ്. വെർബിന്റെ V3 ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ സിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് വെർബ്. അതിന്റെ V3 എന്ന് പറഞ്ഞാൽ സങ് ആകുന്നു.
അവസാനം ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എഴുതണം. ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ നമ്മൾ എ സോങ് എന്ന് പറയുന്നു. അപ്പോൾ അവർ ഒരു പാട്ട് പാടിയിട്ടുണ്ട് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ദേ ഹാവ് സങ് എ സോങ് എന്നും, ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ടെന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ഐ ഹാവ് സങ് എ സോങ് എന്നും, മനുവും ഗീതയും ഒരു പാട്ട് പാടിയിട്ടുണ്ടെന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് മനു ആൻഡ് ഗീത ഹാവ് സങ് എ സോങ് എന്നുമാകുന്നു. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു വാചകം കേട്ട് കഴിഞ്ഞാൽ അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കിയാൽ അതിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ വാചകങ്ങൾ എഴുതുവാനും സംസാരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ടെൻസ് എത്രത്തോളം നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നറിയുന്നതിന് വേണ്ടി നിങ്ങൾക്കുള്ള ഒരു ടാസ്ക് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ടാസ്ക് എന്താണെന്ന് നോക്കിയാൽ താഴെ കൊടുത്തിരിക്കുന്നവയുടെ ഇംഗ്ലീഷ് രൂപം എഴുതുക എന്നുള്ളതാണ്. ആദ്യത്തെ വാചകം തീവണ്ടി വന്നിട്ടുണ്ട്, മനുവും സനുവും ഒരു പാട്ട് പാടുന്നു, റാണി പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു, അവൾ കണ്ടിട്ടുണ്ട്, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ഉറങ്ങുന്നു, അത് പോയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ച 3 ടെൻസിലെയും വാചകങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവയുടെ ഇംഗ്ലീഷ് രൂപം നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. ഇവിടെ ആദ്യത്തെ വാചകം തീവണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ വരിക എന്നുള്ള വെർബ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഏത് ടെൻസ് ആണെന്ന് നിങ്ങൾക്കറിയാം. രണ്ടാമത്തെ വാചകത്തിൽ മനുവും സനുവും ഒരു പാട്ട് പാടുന്നു, പാടുക എന്നുള്ള വെർബ് പാടുന്നു എന്ന് വന്നാൽ അത് ഏത് ടെൻസ് ആണെന്നും നിങ്ങൾക്കറിയാം. മൂന്നാമത്തെ വാചകത്തിൽ റാണി പത്രം വായിച്ചു കൊണ്ടിരിക്കുന്നു, വായിക്കുക എന്നുള്ള വെർബ് വായിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഏത് ടെൻസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതനുസരിച്ച് കൊണ്ട് സബ്ജക്റ്റ് നോക്കി, സബ്ജക്റ്റ് ഒരാളാണോ ഒന്നിൽ കൂടുതലാണോ ഐ ആണോ എന്ന് മനസ്സിലാക്കി പിന്നെ അതിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ വാചകങ്ങളെ ഇംഗ്ലീഷിലേക്ക് എഴുതുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ രണ്ടാമത്തെ ടാസ്ക് നോക്കുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയുടെ മലയാള രൂപം എഴുതുക എന്നുള്ളതാണ്. ആദ്യത്തെ വാചകം ഐ ഹാവ് ഈറ്റൻ എ മാംഗോ എന്നുള്ളതാണ്. രണ്ടാമത്തേത് സനു ഈസ് റീഡിങ് എ നോവൽ. മൂന്നാമത്തേത് വി ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്. നാലാമത്തേത് ബേബി സ്ലീപ്സ്. അഞ്ചാമത്തേത് ഷീ ഹാസ് ലവ്ഡ് മനോജ്. അപ്പോൾ ഈ വാചകങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി അവയുടെ മലയാള രൂപം എഴുതുക എന്നുള്ളതാണ് ടാസ്ക്. ഈ 2 ടാസ്കുകളുടെയും ഉത്തരങ്ങൾ പാഠം 5 നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇനി പാഠം 5 നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതായത് ഒരു പ്രവൃത്തി ഒരുപാട് സമയമായി അല്ലെങ്കിൽ ഒരുപാട് നാളായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പാഠവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു പുതിയ വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി ബൈ ഫ്രം സഫീർ ഇക്ബാൽ.